ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് അരിനെല്ലിക്ക കൊണ്ടിട്ടുള്ള ഒരു അച്ചാറാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇത് വാഴ കൂമ്പിൽ നിന്ന് കിട്ടിയത് ഒരു വലിയ ഇതിങ്ങനെ അടർന്ന് വീണപ്പോഴേക്കും അതെടുത്ത് ഞാനിങ്ങനെ വെച്ചിരിക്കുവാണ്. എനിക്ക് കളയാൻ മനസ്സ് വരുന്നില്ല. ഞാൻ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അത് കാരണം എനിക്കിതൊക്കെ വലിയൊരു ഇഷ്ടമുള്ള സാധനമാണ്. അത് ഞാൻ അതിലേക്ക് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചതാണ്. താങ്ക് യു. നിങ്ങളൊന്ന് കാണുക. ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് ഇതൊന്ന് അച്ചാറിന് ആദ്യം ഇത്തിരി ചൂടുവെള്ളം, ചെറിയ ഗ്ലാസ് തന്നെയാണ്, വലിയ ഗ്ലാസ് ഒന്നുമില്ല, ചൂടുവെള്ളം ഒഴിച്ചു. ഞാനൊരു 1.5 കപ്പ്, അതായത് ഒരു 220 ml അങ്ങനത്തെ അത്രയും മതി. അതിപ്പം ആ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂട് വരിക. ആ സമയത്ത് ഞാൻ അടുത്തതിലേക്ക് പോവാം. ഇതാ ഒരു കഷ്ണം, ചെറിയ കഷ്ണം കായം, ഞാനിങ്ങനെ കഷ്ണങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, എല്ലാം ഒരു 1/4 സ്പൂണാണേ. 1/4 സ്പൂണ് ജീരകം, 1/4 സ്പൂൺ ഉലുവ, 1/4 സ്പൂണിൻ്റെ താഴെയായിട്ട് കടുക്. ഇത്രയും കൂടെ ഞാനൊന്ന് വറുക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് വറുത്ത് പൊടിക്കണം. അപ്പോൾ നമ്മളതിന് നല്ല ഒരു രീതിയിൽ ഫ്ലേവറോട് കൂടി തന്നെ ഇതൊക്കെ ഇടുമ്പോൾ ഒരു കട്ടിയും കൂടെ കിട്ടും കേട്ടോ. നമ്മൾ കണ്ടമാനം മുളക് പൊടി വാരി ഇടേണ്ട ആവശ്യമില്ല, അതും കൂടെ കിട്ടും. അപ്പം ഞാനിതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. എന്നിട്ട് നമ്മളുടെ അച്ചാറിനുള്ള വെള്ളം ഇത്തിരി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് ചൂടാവട്ടെ. ആ കടുക് കിടന്ന് പൊട്ടുവാണേ, അതാണ് കാണുന്നത്. ഞാൻ ഇതെല്ലാം എടുത്ത് ഇതിലേക്ക് ഇടുക. ഈ അരിനെല്ലിക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതങ്ങ് മാറ്റി നമുക്കത് പിന്നീട് നോക്കാം. ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുക. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി സോക്ക് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ചെറിയൊരു വേവ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും. അതിനാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതും ഞാനൊരു 5 മിനിറ്റ് അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത സെക്ഷനിലേക്ക് വരാം. ഇത് ഞാനൊന്ന് പൊടിക്കാനുമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊക്കെ ലൈക്ക് ചെയ്ത് കമൻ്റൊക്കെ ചെയ്യുക. ഇനിയും ഒരുപാട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഫ്രണ്ട്സ്. ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഒരുവിധം ആ ചൂടുവെള്ളത്തിൽ നിന്ന് ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി വന്ന അരിനെല്ലിക്ക നല്ല ചൂടുവെള്ളത്തിൽ ഇത്തിരി വെള്ളം ഇതിൽ ഇരിപ്പുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ കാണിച്ചേക്കാം. ഞങ്ങൾ ഇങ്ങനത്തെ അച്ചാറിനെല്ലാം നല്ലെണ്ണ, നമ്മളുടെ എള്ളെണ്ണയാണ് എടുക്കുന്നത്, ജിഞ്ചിരി ഓയിൽ. ഞാനിത് പല ലാംഗ്വേജിൽ പറയണത് പലരുമൊക്കെ കാണുമല്ലോ. അപ്പോൾ ഓയിൽ എന്താണെന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. അതുകൊണ്ട് നമ്മളുടെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കടുകിട്ട് കൊടുക്കുന്നു. കുറച്ചേ ഇട്ടുള്ളൂ, അത് കിട്ടില്ല, നമ്മളിവിടെ ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് നമ്മളെ കരിവേപ്പില ഇടുന്നുണ്ട്. കരിവേപ്പിലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് സാരമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് പൊടി ഞാൻ ഇടും. അപ്പം തന്നെ ഞാനിത് ഒന്ന് നിർത്തും. ഒന്ന് നോക്കിക്കോളൂ ഫ്രണ്ട്സ്. ഈ മുളക് പൊടി നമ്മളെ ഇഷ്ടമനുസരിച്ച് നമുക്കൊന്ന് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ചിലർ വെള്ളത്തോടി കലക്കി ഒഴിക്കും, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്ന് നന്നായിട്ട് ഇതൊന്ന് കുറുകി വരാൻ ഞാൻ ഇത്തിരി വെള്ളം വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളും കൂടെ, അതായത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഈ വറുത്ത് പൊടിച്ച് വെച്ചില്ലേ, ഉലുവയും ജീരകവും ഒക്കെ, അത് കടുക്, കായപ്പൊടി, ഇത്രയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചതും കൂടെ ഇട്ട് പൊടിച്ച് അതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് സോഫ്റ്റായി വെച്ചാൽ പെട്ടെന്ന് തന്നെ ആവും. ഇത് നമ്മൾ ഒത്തിരി നാൾ വയ്ക്കാറില്ല. ഈ അച്ചാറൊക്കെ ശരിക്കും ഒത്തിരി ആവശ്യക്കാരും ഇഷ്ടമുള്ളവരൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് ചിലവാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും നാരങ്ങ ഇത് എടുത്തിട്ട്, നെല്ലിക്ക എടുത്തിട്ട് തന്നെ ഇട്ടു. കുറച്ച് ബാക്കി വയ്ക്കണമെന്നൊക്കെ ആദ്യം വിചാരിച്ചിട്ട് ഇത് ഇമീഡിയറ്റായിട്ട് നമ്മൾ തീർക്കണ്ടേ, അത് കാരണം. പക്ഷേ ഇതെനിക്ക് കുഴപ്പമില്ല, അപ്പം തന്നെ തീരും. ഇവിടെ വീട്ടിലും ഉണ്ടാവാറില്ല. ഞാൻ ഇനി ബാക്കിയും കൂടെ ഫ്രണ്ട്സ് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാം. ഇങ്ങനത്തേക്ക് വിഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസാണ് കൂടുതൽ വിചാരിക്കുന്നത്. നമ്മളെ കേരളത്തിലുള്ളത് അധികം ഞാൻ കോമൺ ആയിട്ടുള്ളത് അധികം ഇടുന്നില്ല. കൂടുതലും ഇങ്ങനത്തെ നാടൻ ഇതും പിന്നെ കുറച്ച് ആരോഗ്യപരമായിട്ടുള്ളത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ്.
ഈ തമിഴ്നാട്ടിൽ ഈ അച്ചാറുകളൊക്കെയും ഇതൊക്കെ വളരെ നല്ല ഇതായിട്ട് ഇടാറുണ്ട് കേട്ടോ. പലതരത്തിലുള്ള അച്ചാറുകളുണ്ട്. അപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, എത്ര വ്യത്യസ്തമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതുപോലെ കുറേ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അതായത് ഓരോന്നിൻ്റെയും ഉണ്ടാക്കുന്നതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊക്കെ ഇത് എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാം. കുറച്ച് മിനിറ്റ് ചെയ്യാം. ഇതൊന്ന് ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തട്ടെ. ഫ്രണ്ട്സ്, നമ്മളുടെ അരിനെല്ലിക്ക അച്ചാർ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഇപ്പോൾ ഇവിടെ കുറച്ച് ചാറുള്ളതുപോലെ തോന്നില്ലേ? ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ചാറ് തന്നെ ഒരു ദിവസം ആകുമ്പോൾ ഇത് മൊത്തം അങ്ങ് വലിക്കും കേട്ടോ. അത് കാരണം ഇത്രയും ഒക്കെ ചാറ് നമ്മൾ അച്ചാർ ഇടുമ്പോഴേക്ക് ആക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇരിക്കുമ്പോൾ നമ്മളൊരു കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ഇതെല്ലാം ഈ മഞ്ഞ കളറിൽ കാണുന്നതെല്ലാം ഇനി അങ്ങ് ചുമപ്പായി ഇത് മൊത്തം അങ്ങ് കോട്ടിങ് ആയേക്കും കേട്ടോ. അത് കാരണം കുറച്ച് ലൂസിൽ തന്നെ നിങ്ങൾ അടുപ്പ് അണച്ച് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കണം. എന്നാലാണ് കുറച്ച് ആറാൻ വെച്ചിട്ട് നമുക്ക് എടുത്തൊരു പാത്രത്തിൽ മാറ്റാം. ഭയങ്കര ടേസ്റ്റുള്ളതാണ്. എല്ലാത്തിൻ്റെയും കൂടെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാളിത് വളരെ സന്തോഷമായിട്ട് ഒരു കുഞ്ഞിനെ പോലെ ഈ അച്ചാർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കഴിക്കുന്നത്. അയാൾക്ക് എന്തോ ഞാൻ ചോക്ലേറ്റോ ഐസ്ക്രീമോ മേടിച്ച് തന്നതിൻ്റെ തന്നെ ഒരു സന്തോഷമാണ് ഈ അരിനെല്ലിക്ക കിട്ടുമ്പോൾ. നമുക്കെല്ലാവർക്കും കുട്ടിക്കാലമായിട്ട് കണക്റ്റഡാണ് ഈ അരിനെല്ലിക്ക. എന്താണെന്ന് വെച്ചാൽ ഇത് കടയിൽ പോയി വാങ്ങാൻ കിട്ടില്ല. നമ്മൾ ഓരോ പറമ്പുകളിൽ തേടി നടന്നത് എല്ലാവർക്കും അങ്ങനത്തെ ഒരു അനുഭവമായിരിക്കും. അല്ലെങ്കിൽ സ്കൂളിൽ പോണ വഴിയിലോ ഒക്കെ നമ്മൾ ഇത് അലഞ്ഞിട്ടുണ്ട് ഇത് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഞാൻ ഇതുപോലെ ഒരുപാടിടും. താങ്ക് യു.